ഒരു കാര്യം ഈ പോലീസ് വാഹനം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പോലീസ് വാഹനം തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു എന്നാണോ? സാധാരണഗതിയിൽ അവരുടെ ഒരു പോയിന്റ് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ നേരെ മണ്ണുത്തി വഴി ചാലക്കുടി വഴി അങ്കമാലിയിലെത്തി നേരെ MC റോഡ് വഴി നേരെ കടന്നു പോകാനുള്ളതേ ഉള്ളൂ. അതിപ്പോൾ പത്തനംതിട്ടയിലേക്കാണെങ്കിലും അതല്ല തിരുവനന്തപുരത്തേക്കാണെങ്കിലും ഇതിപ്പോൾ തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധ്യത നേരത്തെ പറഞ്ഞൊരു സാധ്യത കൂടിയുണ്ട്. തൃശ്ശൂരിൽ ഏതെങ്കിലും ക്യാമ്പിൽ ഉണ്ടാകാം അല്ലേ? അല്ല, പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. തൃശ്ശൂർ നഗരത്തിലേക്ക് കടക്കാൻ ഈ മഹേഷ് സൂചിപ്പിച്ച പോലെ അത് ഈ തെക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തിരുവനന്തപുരമാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അത് പത്തനംതിട്ട എത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പോലീസ് സംഘം പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു. ഇനി പത്തനംതിട്ടയിൽ സ്വാഭാവികമായും ഇന്ന് ഈ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പത്തനംതിട്ടയിലാണ് അന്വേഷണ സംഘം രാഹുലുമായി എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം പത്തനംതിട്ടയിലേക്ക് പോയിരിക്കുന്നു, പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു എന്ന് സാജിദ് അജ്മൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ എവിടേക്കാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരാനുണ്ടായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസ പുലർച്ചെ കഴിഞ്ഞു പോയതായി സാജിദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു വ്യക്തത വരികയാണ്. പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ എവിടെ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. മാത്രമല്ല പത്തനംതിട്ടയിൽ തന്നെയുള്ള യുവതിയാണ് പരാതി നൽകിയത് എന്നുള്ള സൂചനകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിലെ പോലീസ് ക്യാമ്പിലോ പത്തനംതിട്ടയിലെ അവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഇന്ന് രാഹുലിനെ ഹാജരാക്കിയേക്കും എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെ സാജിദ്? പത്തനംതിട്ടയിൽ സ്വാഭാവികമായും പത്തനംതിട്ടയിൽ രാഹുലിന്റെ സ്ഥലമാണ്, അടൂർ ഉൾപ്പെടുന്ന അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലേക്ക് രാഹുലിനെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ വളരെ കൃത്യമായ നീക്കം തന്നെയാണ് സാജിദ്. മഹേഷ്, പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് ആണ് രാഹുലിനെ കൊണ്ടുപോകുന്നത്. രാവിലെ സ്വാഭാവികമായും യാത്ര കഴിഞ്ഞ് കുറച്ച് വിശ്രമത്തിന് ശേഷം ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് ഞായറാഴ്ചയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സ്വാഭാവികമായും ഇത്ര ഗൗരവമുള്ള ബലാത്സംഗ കേസ് ആയതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ, പരാതി വന്ന ശേഷം ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം ജയിലിലേക്ക് യാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ കരിയറിലെ MLA ആയി മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ് ഈ വിവാദങ്ങൾ വരുന്നത്. ആ വിവാദങ്ങൾ ആദ്യ വിവാദം ഉണ്ടായ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മാറി നിൽക്കുകയും പിന്നീട് അടൂരിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു പരാതി തനിക്കെതിരെ ഉണ്ടോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നത്. പിന്നീട് രാഹുലിനെതിരെ പരാതി വരുന്നു. ഈ പരാതി വന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. അവിടെ നിന്ന് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ദിവസം വന്നിറങ്ങുന്നത്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാനോ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനോ പോലും സമയം നൽകാതെ പോലീസ് വളരെ തന്ത്രപൂർവ്വം അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. രാഹുൽ ഇന്ന് സ്വാഭാവികമായും ജയിലിലേക്കാണ് ഇന്ന് രാഹുൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ബലാത്സംഗ കേസാണ്, സമാനമായ കേസുകൾ ഇതിന് മുൻപുമുണ്ട്. അതുകൊണ്ട് ഈ മജിസ്ട്രേറ്റ് സ്വാഭാവികമായും ഈ രാഹുലിനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മഹേഷ്, സാജിദ് AR ക്യാമ്പിലേക്ക് അല്ലെ, പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത്. രാഹുലിനെ ഒരു പക്ഷേ AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന പ്രാഥമികമായ വിവരങ്ങൾ അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിലേക്ക്, പാലക്കാട് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നു. പുതിയ പരാതി ലഭിച്ച സാഹചര്യത്തിൽ ആ പരാതി അതീവ രഹസ്യമായ നീക്കത്തിലൂടെ തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. സ്വാഭാവികമായും സാധ്യത 2 കേസുകൾ, ഇതിനു മുൻപ് വന്ന 2 കേസുകളിലും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളിലൊക്കെ പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്. സ്വാഭാവികമായും 3ാമത്തെ കേസിലും ഇപ്പോൾ വന്നിരിക്കുന്ന കേസിലും സമാന സ്വഭാവം ഉള്ളതാകും അല്ലേ? ഈ പരാതിയുടെ ഒരു മെറിറ്റ്, ഒരു ഗൗരവം പോലീസ് നേരത്തെ കണ്ടിട്ടുണ്ടാകും. മാത്രമല്ല കുറെ കൂടി വ്യക്തമായ തെളിവുകൾ, എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ തന്നെ. അല്ലാതെ ഇത്ര കൃത്യമായ ഒരു നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ നേരത്തെ ഒരു പക്ഷേ രാഹുൽ ഒളിവിൽ പോയ സമയത്തൊക്കെ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിൽ പോലും
ഇത് കൃത്യമായ ഒരു തെളിവ് പോലീസിന്റെ മുന്നിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ആ പരാതി നൽകിയ യുവതി അതിന്റെ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും ഇത്